മഴതോരും മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഫോണ് ബെല്ലടിച്ചോടനത്തിന് സ്റ്റാൻലി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ബാലേന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്റ്റാൻലിയുടെ ശബ്ദത്തിൽ തികഞ്ഞ സൗമ്യതയുണ്ടായിരുന്നു. ഇവിടെ സുഖമായിട്ടിരിക്കുന്ന സ്റ്റാൻലി, ഞാൻ താങ്കളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ബാലചന്ദ്രന്റെ ശബ്ദം നേരിയ തോതിൽ ഇടറി. എന്താ ബാലേന്ദ്ര, എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞോളൂ. അല്ല, നാളെ താങ്കൾ ഫ്രീ ആണോ? അതിനെന്താ, ഞാൻ നാളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. എന്താ കാര്യം? ബാലേന്ദ്രൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. ഉച്ച കഴിഞ്ഞ് അലീനയും കൂട്ടി കൊളുത്തുപുഴയിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ അവളെ അവിടെ കൊണ്ടുവിടാമെന്ന്. ഓ, അതായിരുന്നോ കാര്യം? എപ്പോൾ വേണമെങ്കിലും വരാം ബാലേന്ദ്ര. അതല്ല, ബാലേന്ദ്രൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ അങ്ങോട്ടേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് വന്നോളാം. എനിക്കതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്റ്റാൻലി. സ്റ്റാൻലി ഇവിടേക്ക് വരണ്ട. എൻ്റെ മക്കൾ കാണുകയൊന്നും വേണ്ട. അവളെ ഞാൻ തന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടോളാം. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു നിർത്തി. പിന്നെ കുറച്ചും കൂടി ഗൗരവത്തിൽ പറഞ്ഞു, പിന്നെ സ്റ്റാൻലി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാ. എൻ്റെ മകളെ പോലെയാ ഞാൻ അവളെ ഇവിടെ നോക്കുന്നത്. അവളെ ഞാൻ സ്റ്റാൻലിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അവൾക്ക് അവിടെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു തുള്ളി കണ്ണീര് പോലും അവിടെ വീഴ്ത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരും. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. സ്റ്റാൻലി ഒന്ന് ചിരിച്ചു. അവൾ എൻ്റെയും കൂടി മകളല്ലേ ബാലേന്ദ്ര. പിന്നെ അവൾ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ബാലേന്ദ്രൻ അതൊന്നും ഓർത്തുകൊണ്ടൊന്നും വിഷമിക്കേണ്ട. അതല്ല സ്റ്റാൻലി, ഈ പറയുന്ന സ്റ്റാൻലിക്ക് വേറെ കുടുംബം കുട്ടികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇതുവരെ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ബാലചന്ദ്രൻ്റെ ശബ്ദം മടുപ്പം കടുത്തു. അവർ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അവളെ അവിടെ ഇട്ട് കണ്ണീര് കുടിപ്പിക്കാനൊന്നും ഈ ബാലചന്ദ്രൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഏയ്, അതൊന്നും സാരമില്ല ബാലേന്ദ്ര, അതൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം. ബാലചന്ദ്രൻ ധൈര്യമായിട്ട് ഇങ്ങ് പോരെ. സ്റ്റാൻലിയുടെ ആ ഒരു ഉറപ്പിൽ ഒരല്പം ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് തന്നെ ബാലചന്ദ്രൻ കോള് കട്ടിയാണ്. എങ്കിലും അച്ഛൻ്റെ ഉള്ളിൽ ആദ്യം പൂർണ്ണമായും ഒഴിഞ്ഞിരുന്നില്ല. ഇതേ സമയം കടപ്പാട്ടു വീട്ടിൻ്റെ മുറ്റത്തേക്ക് മനുശങ്കറിന്റെ കാറ് വന്ന് നിന്നു. മുൻസീറ്റിൽ അലീന ഇരിക്കുന്നുണ്ട്. കാർ നിർത്തിയിട്ട് മനു പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല എന്ന് കണ്ടപ്പോൾ അലീന സംശയത്തോട് ചോദിച്ചു, എന്താ മനുവേട്ട, ഇറക്കുന്നില്ലേ? ഷെയറിങ്ങിൽ തന്നെ കൈവച്ച് വെറുതെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന മനു പതിയെ ചോദിക്കുകയാണ്, ഇറങ്ങണോ? ഞാനപ്പോൾ ഇറങ്ങണോ? അപ്പോൾ ഇറങ്ങുന്നുണ്ടേ. ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ തിരിച്ചു പോവാണോ? ഞാൻ എന്തിനാ അങ്ങോട്ടേ ഇറക്കുന്നത്? ഞാനവിടെ വന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ചായ എടുത്തുകൊണ്ട് വരും. അത് കുടിച്ചിട്ട് അവരുമായി കുറച്ചു നേരം വെറുതെ ഇരുന്ന് സംസാരിച്ചിട്ട് എനിക്ക് തിരികെ പോകണം. അത്രയല്ലേ ഉള്ളൂ. അതിനല്ലേ നീ എന്നെ എങ്ങനെ കൂടെ വിളിച്ചത്? അലീനയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഓ, അപ്പോൾ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ? പിന്നെ പറയാതെ അറിയണമല്ലോ, മനു കുസൃതിയോടെ പറഞ്ഞു. മതി മതി, വർത്താനം പറയാതെ വാ മനുവേട്ട എന്ന് പറഞ്ഞ് അലീന കാറിൻ്റെ ഡോറിങ്ങനെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾ നിർബന്ധിച്ചപ്പോൾ മനുവിനും ഇറങ്ങാതിരിക്കാനൊന്നും കഴിഞ്ഞില്ല. കാറിൽ നിന്നും ഇറങ്ങിയ മനു വീടിൻ്റെ നേരെ നോക്കി അങ്ങനെ ഒരേ ഒരു നിൽപ്പ് നിൽക്കണേ. അവൻ്റെ കണ്ണുകളിൽ എന്തോ ചിന്ത ഇങ്ങനെ മിന്നിമറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മനു അലീനയുടെ കൈകൾ പതുക്കെ പിടിച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ മൃദുവായി പറഞ്ഞു, ദേ, ഇങ്ങനെ നമ്മളൊരു ദിവസം ഈ വീട്ടിലേക്ക് ഒരുമിച്ച് വരും. അങ്ങനെ ഒരു ദിവസം എൻ്റെ മനസ്സിലുണ്ട് അലീന. ഞാനത് ഇടയ്ക്കിടയ്ക്ക് സങ്കല്പിക്കാറുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അലീനയുടെ ഉള്ളിലൊരു കുളിര് കോരിയിട്ടു. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ സ്നേഹത്തോടെ അവനെ ഒന്ന് നോക്കി. ഒന്നും പറയാതെ അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു കയറാണ്. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ സോഫയിലിരിക്കുന്ന കൃഷ്ണമോൾക്ക് ശരിക്കും അത്ഭുതമായി. ആഹാ, ഇത് കൊള്ളാലോ. കൃഷ്ണമോൾ കണ്ണു വിടർത്തി ചോദിച്ചു. ശരണ്യെ കാണാൻ പോയ ആളാ ഇത്? എവിടെ നിന്ന് കിട്ടി? കൂടെ ഒരാളും കൂടിയുണ്ടല്ലോ. മനുശങ്കർ ഒട്ടും വിട്ടുകൊടുക്കാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ വരുന്ന വഴിക്ക് ആ വഴിയിൽ നിന്നും വീണ് കിടക്കുമായിരുന്നു ഈ മാമ്പഴമൊക്കെ, ഞെട്ടറ്റ് വീഴുന്നത് പോലെ. അങ്ങനെയും പറഞ്ഞേ, ഡാ, ഇപ്പതേ അലീന വന്ന് എന്നെ അതങ്ങ് പെറുക്കിയെടുത്തുകൊണ്ട് പോന്നതാ. ഓ, പിന്നെ വല്ലാത്തൊരു ചളി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. കൃഷ്ണമോള് മുഖം കൂട്ടി. ആ സംസാരം കേട്ടുകൊണ്ടാണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. മനുവിനെ കണ്ടപ്പോൾ അവളുടെ മുഖം തിളങ്ങി. ആ, മനുവേട്ടനും വന്നോ? മനുവേട്ടൻ അലീന ചേച്ചി ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണോ? അലീന കൊല്ലപ്പള്ളി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, മനുശങ്കർ പറഞ്ഞു. അതെന്തിനാ കൊല്ലപ്പള്ളി വരുന്നത്? ബബിതയ്ക്ക് സംശയമായി. അത് പിന്നെ യാത്ര പറയാൻ വേണ്ടിയാ, അലീന ഇടയിൽ കയറി പറഞ്ഞു. ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരോടും യാത്ര പറയണ്ടേ? അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നതാ. അല്ല, അപ്പോൾ അലീന ചേച്ചി അമ്മയെ കണ്ടില്ലേ? കൃഷ്ണമോൾ ആകാംക്ഷയോട് ചോദിച്ചു. കണ്ടു, യാത്രയും പറഞ്ഞു. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? അതിന് മറുപടി മനുശങ്കര പറഞ്ഞത്. പ്രത്യേകിച്ച് എന്ത് പറയാനാ? ആൻറ്റിയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയേണ്ട കാര്യമുണ്ടോ? മനുവിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ കൃഷ്ണമോളുടെ മുഖം മങ്ങി. സ്വന്തം അമ്മയുടെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. അവിടെ നിൽക്കുന്നതിൻ്റെ വല്ലായ്മ മാറാൻ വേണ്ടി അലീന പെട്ടെന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കെ, ഞാൻ എല്ലാവർക്കും ചായ എടുത്തിട്ട് വരാം. ഇത്രയും പറഞ്ഞ് അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവൾ പോയപ്പോൾ ബബിത സങ്കടത്തോടെ പറയാണ്, അലീന ചേച്ചി ഇവിടെ നിന്ന് പോവേണ്ട യാതൊരുവിധ കാര്യവും ഉണ്ടായിരുന്നില്ല. ചേച്ചി ഇവിടെ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലോ, അലീന ചേച്ചി എന്തായാലും പോവും.
അപ്പോഴാണ് പുറത്തുനിന്ന് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നത്. ഉമ്മർത്ത് മനുവിനെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, ആഹാ മനു, ഇതെപ്പോൾ വന്നു? അത് പിന്നെ അങ്കിളെ, കൊല്ലപ്പള്ളി അലീന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാ ഞാൻ. ഓ, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാണുമല്ലേ? ബാലചന്ദ്രൻ ഒരു പ്രത്യേക ടോണിൽ അങ്ങ് ചോദിച്ചു. എല്ലാവർക്കും ഒന്നുമില്ല അങ്കിളെ, ചിലർക്ക് മാത്രം. മനു സൂചിപ്പിച്ചത് വൈജയന്തിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അത് മനസ്സിലായി. ഇതിനിടയിൽ ബബിത ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പം അലീന ചേച്ചി പോകുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ബാലചന്ദ്രൻ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. മോളെ, അത് ഞാൻ തീരുമാനിച്ച കാര്യമൊന്നുമല്ലല്ലോ. അച്ഛാ, അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഇങ്ങോട്ടേക്ക് വരില്ലേ? അച്ഛനൊരു കാര്യം ചെയ്യണം. അലീന ചേച്ചി പോയ ഉടനെ തന്നെ അമ്മ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അമ്മ വന്നു കഴിയുമ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അലീന ചേച്ചിയെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു വരണം. ബാലചന്ദ്രൻ ഒന്ന് പുച്ഛത്തോടെ പറഞ്ഞു. ഓ, നടന്നത് തന്നെ. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ അമ്മ അനുസരിക്കില്ലേ? അനുസരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. എന്താണെങ്കിലും ഞാൻ ചിലതൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബാലചന്ദ്രൻ അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും മനു ഇടപെട്ടു. അങ്കിളെ, അങ്കിളുടെ മനസ്സിൽ ഏതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. തൽക്കാലത്തെ അങ്കിൾ വേറെ എന്തിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നോക്കട്ടെ മനു, ബാലചന്ദ്രൻ ദീർഘമായിരുന്ന നിശ്വാസത്തോടെ പറഞ്ഞു. ഇത്രയും നാളും അലീനയല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവൾ പോയി കഴിഞ്ഞിട്ട് ഭരണം ഞാനങ്ങ് ഏറ്റെടുക്കുവാണ്. തൽക്കാലത്തേക്ക് വേറെ ആർക്കും വിട്ടുകൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾ ഉദ്ദേശിച്ചത് വൈജയന്തിയാണെന്ന് വ്യക്തമായിരുന്നു. ഞാൻ തന്നെ ഭരിക്കാൻ തീരുമാനിച്ചു എന്ന് അയാൾ വീണ്ടും പറഞ്ഞു. അച്ഛാ, കൃഷ്ണമോൾക്ക് ആശങ്കയായി. അലീന ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന വീണ്ടും പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? കണ്ടോ, കാണാൻ പോകുന്ന പൂരഞ്ഞി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചിരിച്ചോട് പറഞ്ഞു. ആ സമയത്താണ് അലീന എല്ലാവർക്കുമുള്ള ചായയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഒരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിക്കുവാണോ? ഏയ്, ഒന്നുമില്ല മോളെ, ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ചായ വാങ്ങി. പിന്നെ അലീനയെ നോക്കി വളരെ അർത്ഥവർത്തായി പറഞ്ഞു. മോളെ, നിന്റെ ജാതകം മാറി മറിയാൻ പോവാണേ. അലീനക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ ജാതകോ? എന്തൊക്കെയാ ചെയ്യി പറയുന്നത്? അതേ മോളെ എന്ന് പറഞ്ഞ് നിന്റെ ജാതകം മാറി മറിയുമെന്ന് പറഞ്ഞാൽ നീ ഇനി കാണാതൊരു ലോകമായിരിക്കും ഇനി നീ കാണാൻ പോകുന്നത്. അതേത് ലോകമാണച്ചാ? അല്ല, നീ കേട്ടിട്ടില്ലേ, ആലിസിന്റെ അത്ഭുത ലോകമെന്ന് പറയുന്നത് പോലെ അലീനയുടെ അത്ഭുത ലോകത്തായിരിക്കും നീ ഇനി ജീവിക്കാൻ പോകുന്നത്. അതെന്താ അച്ഛാ അങ്ങനെ? നീ ചെല്ലുന്ന വീട്, അങ്ങനെ ഒരു വീട്ടിലേക്കായിരിക്കും. ബാലചന്ദ്രൻ അത്രയും അങ്ങ് പറഞ്ഞു നിർത്തി. ബബിതയ്ക്ക് എന്തോ പന്തികേട് തോന്നി. എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ. അച്ഛൻ്റെ വാക്കിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അച്ഛൻ ഒളിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. കൂടുതൽ കണ്ടുപിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. ബാലചന്ദ്രൻ വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ മനുവിനെ നോക്കി ചോദിച്ചു, എന്താണെങ്കിലും ഇപ്പോൾ കൊല്ലപ്പെട്ടിലെ വീട്ടിലെ വെടിക്കെട്ടും പൂരമൊക്കെ ആയിരിക്കുമല്ലോടാ മനു? മനു ചിരിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ നടത്താനായിട്ട് അവിടെ ഇഷ്ടമുള്ള രണ്ട് പേരേ ഉള്ളൂ. എൻ്റെ അമ്മയും പിന്നെ വൈജാൻ്റിയും. ബാക്കി ആർക്കും ഒട്ടും താല്പര്യമില്ലെങ്കിലേ അലീന ഇവിടെ നിന്നും വീട് വിട്ടു പോകുന്നത്. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അലീന വേഗം അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് ബാലേന്ദ്രൻ ഉള്ളിൽ സങ്കടത്തോടുകൂടി പറഞ്ഞു, പാവം, നാളെ ഇവിടെ നിന്ന് പോകുന്നത് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണെന്നുള്ള കാര്യം അവൾക്ക് ഇതുവരെ അറിയില്ലല്ലോ. കുറച്ച് സമയത്തിന് ശേഷം ബബിത കുളിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നതേയുള്ളൂ. അപ്പോഴാണ് അവളുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തത്. അമ്മയാണ് വിളിക്കുന്നത്. കോൾ എടുത്ത ഉടനെ തന്നെ അപ്പുറത്ത് വൈജയന്തിയുടെ പരുഷമായ ശബ്ദം കേട്ടു. നിനക്ക് എന്താടി ഫോൺ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? എത്ര സമയം ഞാൻ നിന്നെ കിടന്ന് വിളിക്കണം? വിളിച്ചിട്ടുണ്ട്, കോൾ അങ്ങ് എടുക്കുന്നുമില്ല. അതെങ്ങനെയാ? ഇങ്ങോട്ടേക്ക് വിളിക്കുമോ? അതുമില്ല. വിളിച്ചിട്ടാണെങ്കിലോ ഭയങ്കര ദേഷ്യമാണ്. നീ ഇങ്ങനെ അവിടെ കുന്ത വിഴുങ്ങി നിൽക്കുവാണോ? ബബിതയ്ക്ക് ദേഷ്യം വന്നു. അമ്മ വിളിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കുറവ് നുണയൊക്കെ പറയാൻ വേണ്ടിയിട്ടില്ലേ? വെറുതെ എന്തിനാ? എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെയും അലീന ചേച്ചിയുടെയും കുറ്റം കുറവ് ഇങ്ങനെ പറയും. അല്ലാതെ വേറെന്താ അമ്മക്ക് പറയാനുള്ളത്? അതേടി, പറയാൻ തന്നെ ചെയ്യും. എന്താണെങ്കിലും ആ ഒരു ഉരുമ്പട്ടവള് പോയില്ലല്ലോ. അവൾ ഇനി പോവാണല്ലോ. വൈജയന്തിയുടെ ശബ്ദം പകയുടെ ചിരിയുണ്ടായിരുന്നു. അതെ, അലീന ചേച്ചി പോവുക. അമ്മക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ. അതേടി, എനിക്ക് സന്തോഷമായി. എനിക്ക് ഇരട്ടി സന്തോഷമായി. അവൾ കാരണമാണ് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എൻ്റെ അമ്മക്ക് നാണമില്ലേ? അമ്മ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മക്കൊരു ഉളുപ്പുമില്ല അമ്മേ. എടി, ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അച്ഛന് ഭയങ്കര സന്തോഷമാണല്ലോ, അതോ സങ്കടമാണോ? അവൾ പോകുന്നത് കൊണ്ട് അവൻ ഇരുന്ന് കരയായിരിക്കുമല്ലേ? ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അമ്മ അത്രമാത്രം സന്തോഷിക്കൊന്നും വേണ്ട. അമ്മ കാരണം മാത്രമാണ് അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. അതേടി, ഞാൻ തന്നെയാ കാരണം. അത് തന്നെ നീ അങ്ങ് കൂട്ടിക്കോ. അവൾ അവിടെ വാഴിക്കാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. ബബിതയുടെ നിയന്ത്രണം വിട്ടു. അല്ലെങ്കിലും അമ്മക്ക് പണ്ടേ തൊട്ട് ഇങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരുടെ സന്തോഷം അമ്മ കൊട്ടുന്നതിന് ഇഷ്ടമില്ലല്ലോ. അവൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ അമ്മ നോക്കുള്ളൂ. അമ്മക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഞങ്ങൾ മക്കളാരും വിളിക്കാത്തതിന് മെയിൻ കാരണം ഇത് തന്നെയാ. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നല്ല വാക്ക് അമ്മയുടെ വായിൽ നിന്നൊന്നും വീഴില്ല. അതേടി, ഞാൻ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. എന്ത് ചെയ്യാനാ?
ഞങ്ങളുടെയൊക്കെ വിധി. അല്ലാതെ എന്താ? വൈജയന്തി പരിഹസിച്ചു. എടി, നീ കൂടുതലൊന്നും കിടന്നിങ്ങനെ പറയേണ്ടടി. എനിക്കറിയാം നിനക്കൊക്കെ അവൾ വലിയ പുണ്യാളവതിയായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല. അമ്മേ, ഇത് പറയാൻ വേണ്ടി വിളിച്ചതാണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേൾക്കാനായിട്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ. അമ്മയുടെ ആഗ്രഹം പോലെ എന്താണെങ്കിലും അലീന ചേച്ചി ഇന്നിവിടെ നിന്ന് പോവും. എടി, പോണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ അവളോട് ഞാൻ പോവാൻ പറഞ്ഞതും. ഉള്ള സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. അതെ, അമ്മ തന്നെയാണ് ഈ സ്വസ്ഥതയും സമാധാനമൊക്കെ നശിപ്പിച്ചത്. നമ്മുടെ കുറേ കാലം മുൻപ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഉള്ള സ്വസ്ഥതയും സമാധാനവും കളയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ബബിതയുടെ ആ ഒരു വാക്ക് കേട്ട ഉടനെ തന്നെ വൈജയന്തി പെട്ടെന്ന് അങ്ങ് ഞെട്ടി. ഒരു നിമിഷം അവർക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോയി. അമ്മ വെച്ചിട്ട് പോവാൻ നോക്കിക്കേ, എനിക്ക് വേറെ പണിയുണ്ടേ എന്ന് പറഞ്ഞു ബബിത ദേഷ്യത്തോടെ കോളങ്ങ് കട്ടിയാണ്. ഫോണ് കട്ടാക്കിയപ്പോൾ വൈജയന്തിക്ക് വല്ലാത്ത ടെൻഷനായി. എന്തായിരിക്കും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൾക്ക് ഇനി വല്ലതും അറിയാമോ? ആ ചിന്ത വൈജയന്തിയുടെ മനസ്സിൽ ഒരു തീക്കനൽ പോലെ ഇങ്ങനെ കിടന്നു നേറി. അമ്മയുമായി വഴക്കിട്ടതിൻ്റെ കടുത്ത ദേഷ്യത്തിൽ ആകപ്പാടെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിരുന്നു ബബിത മുറിയിലിരിക്കുന്നത്. അപ്പോഴേക്കും ഒരു കപ്പ് ചായയുമായി സ്നേഹത്തോടു കൂടെ അലീന അങ്ങോട്ടേക്ക് വന്നു. ബബിതയുടെ മുഖം കണ്ടപ്പോൾ അലീന ചോദിച്ചു, എന്തുപറ്റി? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ചായ ബബിതയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് അലീന സ്നേഹത്തോടെ പറഞ്ഞു, ദാ ഇത് കുടിക്ക്, ദേഷ്യം അങ്ങോട്ട് പോട്ടെ. ചായ വാങ്ങിയെങ്കിലും ബബിതയുടെ മുഖത്ത് ദേഷ്യമൊന്നും അറിയില്ല. അല്ല ചേച്ചി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, ആരോടായി ദേഷ്യപ്പെട്ടത്? അമ്മയോടാണോ അതോ മറ്റാരോടെങ്കിലും ആണോ? എന്തിനാ ഇപ്പം അമ്മയോട് ദേഷ്യപ്പെട്ടത്? അമ്മ ഫോണിൽ വിളിച്ച് ഓരോന്ന് പറയും. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ചേച്ചി. അലീന അവൾക്കരികിലിരുന്നു കൊണ്ട് അവളുടെ തോളിലൂടെ കൈവിട്ടു. സാരമില്ല, പോട്ടെ. അമ്മയോടും അച്ഛനോടും നമ്മൾ ഒരു കാരണവശാലും ദേഷ്യപ്പെടാൻ പാടില്ല. അവരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതൊക്കെ കേട്ട് അനുസരിക്കണം. ചേച്ചി, അമ്മയുടെ ഈ ഒരു സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല എന്ന് ബബിത മുഖം വീർപ്പിച്ച് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടാനൊന്നും പാടില്ല ബബിത. നിനക്കറിയാലോ, നമ്മൾ ഈ വായും കൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾ അവരുടെ മനസ്സിൽ എത്രത്തോളം മുറിവേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. കയ്യും നഖവും ഉപയോഗിച്ച് നമ്മൾ ഒരാളുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ വേദനിപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ നാവ് ഉപയോഗിച്ച് വാക്കുകൾ കൊണ്ട് അവരെ മുറിവേൽപ്പിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് വേണ്ട, വെറുതെ നമ്മളിങ്ങനെ അവരോട് പറയാനൊന്നും അങ്ങനെ പാടില്ല. ബബിത ഒന്ന് ശാന്തമായി. അലീന ചെറുചിരിയോടുകൂടെ തുടർന്നു, എൻ്റെ മോള് ഭയങ്കര തൻ്റെടിയാണെന്ന് എല്ലാവരും പറയുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിലും ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കൃഷ്ണമോൾ എപ്പോഴും പറയും ഞാൻ ഭയങ്കര തൻ്റെടിയാണെന്ന്. അങ്ങനെ പറയൂ. എന്നാ അവളോട് ചോദിച്ചിരുന്നതിൻ്റെ കാര്യം? കൃഷ്ണ എന്ന് പറഞ്ഞ് അലീന പുറത്തേക്ക് നോക്കി. വേണ്ട ചേച്ചി, ഇനി അവളെ വിളിക്കണ്ട. ബബിത തടയാൻ ശ്രമിച്ചു. എന്നാലും ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് അലീന ചിരിക്കാണ്. അപ്പോഴേക്കും വാതിൽക്കൽ രോഹിത് വന്നു നിന്നു. എന്താ അലീന ചേച്ചി, എന്താ വിളിച്ചേ? അതെ, അലീന ചേച്ചി കൃഷ്ണയെ വിളിച്ചതാ, ബബിത പറഞ്ഞു. കൃഷ്ണയും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഞാൻ വന്നില്ലേ ചേച്ചി, കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ കൃഷ്ണമോള് പറഞ്ഞു ബബിത ഭയങ്കര തൻ്റെടിയാണെന്ന്, അതൊന്ന് ചോദിക്കണമെന്ന് കരുതി. രോഹിത് ഉറക്കെ അങ്ങ് ചിരിച്ചു. ഓ, അതാണോ കാര്യം? അതിനിപ്പോൾ കൃഷ്ണയെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, അവൾ തൻ്റെടിയാണെന്നുള്ള കാര്യം മുൻപ് തന്നെ അതൊക്കെ എനിക്കറിയാം. ഇവളുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കുമല്ലേ ഇവൾ തൻ്റെടിയാണെന്ന്. രോഹിതേട്ട എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ബബിത കയ്യിലിരുന്ന ഒരു പില്ലോ എടുത്ത് രോഹിത്തിന് നേരെ എറിഞ്ഞു. അവൾ അവനെ അടിക്കാൻ വേണ്ടി പുറകെ ഓടി. രോഹിത് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ കിടന്ന് ഓടിക്കളിക്കുകയും മടികൂടിയൊക്കെ ചെയ്തു. ആ കാഴ്ച കണ്ട് എല്ലാം മറന്ന് അലീന ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അന്ന് രാത്രി ഏറെ വൈകി. അലീനക്കാണെങ്കിൽ നാളത്തെ യാത്ര ഓർത്തുകൊണ്ട് കിടന്നിട്ട് ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് വാതിൽ മുട്ടിക്കൊണ്ടതിനെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ട്. എന്താ മോളെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേന്ന് അലീന ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി, കൃഷ്ണമോള് പതുക്കെ പറയാണ്. അതെന്താ, എന്തുപറ്റി? എന്തോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുക. നാളെ അലീന ചേച്ചി ഇവിടെ നിന്ന് പോവുമല്ലേ? കൃഷ്ണമോളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അലീന അവളെ ചേർത്ത് പിടിച്ചു. അതൊന്നും സാരമില്ല, ഞാൻ പോയിട്ട് ഇടയ്ക്കൊക്കെ വരാം. നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരണ്ട്. എന്നാലും ചേച്ചി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ചേച്ചി ഇവിടെ നിൽക്കേണ്ടവളല്ലേ? പിന്നെ എന്തിനാ ചേച്ചി പോകുന്നത്? അത് പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ കൃഷ്ണമോളെ. കൃഷ്ണ അവളെ നോക്കി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതെ, ചേച്ചി ഇവിടെ നിന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് ഓർത്തുകൊണ്ടാണോ ചേച്ചി ഇരിക്കുന്നത്? അച്ഛൻ പഴയപടി തന്നെ ആകുമെന്ന് ഓർത്തോ? ഒരിക്കലുമില്ല ചേച്ചി. അച്ഛൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമാ ഇപ്പോൾ. അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അലീന മിണ്ടാതെ നിന്നു. കൃഷ്ണമോള് തുടരുകയാണ്. ഇനി അലീന ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ശരിക്കും പഠിക്കാൻ പോകുന്നതേയുള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരാനൊന്നും പോകുന്നില്ല ചേച്ചി. കൃഷ്ണമോളുടെ ആ വാക്ക് കേട്ടപ്പോൾ അലീനക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെ അങ്ങനെ നിന്നു പോവാണ്. ആകെ വിഷമത്തോടു കൂടെ ഇങ്ങനെ അലീന നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.